പ്രിയമുള്ളവരെ, യു ഡി എഫിൻ്റെ 3 സ്വതന്ത്ര MLA മാരെ ചുറ്റിപ്പറ്റി LDF-ൽ ചില രാഷ്ട്രീയ മോഹങ്ങൾ ഉടലെടുക്കുന്നു എന്നതാണ് ഇന്നത്തെയും ഇന്നലത്തെയും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങളിലൊന്ന്. ഈ 3 പേരും നേരത്തെ CPM-ൻ്റെ വലിയ നേതാക്കന്മാരായിരുന്നു. പിന്നീട് അവർ CPM-ൻ്റെ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് UDF പാനൽ, അതായത് UDF സ്വതന്ത്രമായി മത്സരിച്ചു വിജയിച്ചു. ആ 3 പേരെയും ഇപ്പോൾ തിരിച്ച് LDF-ൽ എത്തിക്കുവാനുള്ള ചില ശ്രമങ്ങൾ LDF നടത്തുന്നു എന്ന ചില വാർത്താ മാധ്യമ റിപ്പോർട്ടുകളും വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ MV ഗോവിന്ദൻ അദ്ദേഹം പുകഞ്ഞ കൊള്ളികൾ പുറത്ത്, അഥവാ ഇവരൊക്കെയും പ്രസ്ഥാനത്തെ ദ്രോഹിച്ച ആളുകളാണ്, അവരെയൊന്നും തിരികെ കൊണ്ടുവരണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. തളിപ്പറമ്പിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച TK ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരാജയപ്പെടുത്തിയാണ് വിജയിച്ചതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ MV ജയരാജൻ്റെ ഒരു പ്രസ്താവന ഇന്നലെ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് തെറ്റുതിരുത്തി വന്നാൽ സ്വീകരിക്കുവാൻ തയ്യാറാണ്. അതിന് അടിവരയിട്ടുകൊണ്ട് MV ഗോവിന്ദനെ തള്ളിക്കൊണ്ട് ഇന്ന് EP ജയരാജൻ്റെ മറ്റൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. നക്സലൈറ്റുകളെ പോലും പാർട്ടി പ്രസ്ഥാനത്തിലേക്ക് തിരികെ വന്നപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3 MLA-മാരും തിരികെ വന്നാൽ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ആ 3 MLA-മാരെ ചുറ്റിപ്പറ്റിയും LDF-ൽ ഒരു രാഷ്ട്രീയ മോഹം ഉടലെടുക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായ യാഥാർത്ഥ്യം. രാഷ്ട്രീയ മോഹം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള നിയമസഭാ MLA-മാരുടെ അംഗബലം വെച്ച് CPM-ന് കേരളത്തിൽ നിന്ന് ഒരു രാജ്യസഭാ MP-യെ വിജയിപ്പിക്കുന്നതിന് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള CPM-ൻ്റെ ആദർശം വെച്ച് പുലർത്തുന്ന UDF പക്ഷത്തുള്ള ഈ 3 പേരെ കൂടി കൊണ്ടുവന്നാൽ LDF-ന് ഒരു MP-യെങ്കിലും രാജ്യസഭയിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയും എന്ന ഒരു തിരിച്ചറിവാണിപ്പോൾ CPM നേതാക്കന്മാരെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിപ്പിക്കുന്നത് എന്നാണ് വരുന്ന വിശകലനം. പ്രത്യേകിച്ചും TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും പറ്റി പറയുകയാണെങ്കിൽ അവർ തികഞ്ഞ സാത്വികരാണ്. നമ്മൾ അവരുടെ പ്രസംഗവും സംസാരവും ഒക്കെ ചാനലുകളിൽ കാണുമ്പോൾ അവർ വളരെ സാത്വികരായി നിൽക്കുന്ന ആളുകളാണ്. ഇത്ര നാൾ അവരെന്തേ ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലേക്ക് വന്ന് MP-യും MLA-യും മന്ത്രിയും ഒന്നും ആയില്ല എന്ന് നമുക്ക് സംശയം തോന്നും. അത്രമേൽ മികച്ച രീതിയിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങളെ വിശദീകരിക്കുവാൻ കഴിയുന്ന ആളുകളാണ് TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും. പക്ഷേ G സുധാകരൻ അങ്ങനെയല്ലെന്നല്ല, അദ്ദേഹം മികച്ച ബുദ്ധിജീവിയാണ്, എഴുത്തുകാരനാണ്. പക്ഷേ അദ്ദേഹം മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പോലെ തന്നെ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ശരീരഭാഷയിൽ ആവാഹിച്ച ആളാണ്. പക്ഷേ മറ്റു 2 MLA-മാരും, പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിലെ TK ഗോവിന്ദനും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അവരൊരു പക്ഷേ CPM-ലേക്ക് തിരിച്ചു പോകുവാനുള്ള സാധ്യതകൾ വിരളമാണ് എന്നൊരു വിശകലനമാണ് എനിക്കുള്ളത്. ഒരു പക്ഷേ G സുധാകരൻ പോയേക്കാം. അദ്ദേഹം പിണറായി എന്നും അധികം വിമർശിച്ച് കണ്ടിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് തൻ്റെ ഒരൊറ്റ കഴിവിലാണ് അമ്പലപ്പുഴയിൽ വിജയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പിന്നെ വന്നു പിന്തുണച്ചു എങ്കിലും തൻ്റെ ഒരു വ്യക്തിമികവിലാണ് വിജയിച്ചു എന്ന ഒരു വിശകലനമാണ് സ്വയം G സുധാകരൻ നടത്തുന്നത്. അതുകൊണ്ട് പക്ഷേ G സുധാകരൻ പോയാലും TK ഗോവിന്ദനും ഒപ്പം കുഞ്ഞികൃഷ്ണനും ഒക്കെ UDF-നോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന ഒരു വിശകലനമാണ് എനിക്കുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി CPM-നെ സംബന്ധിച്ച് അവരുടെ ജീവമരണ പോരാട്ടമാണ്. കാരണം ഒരു MP-യെങ്കിലും രാജ്യസഭയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ചു വിടേണ്ടതുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ നോക്കിയാൽ CPM-ൻ്റെ പ്രകടനം അത് വളരെ മോശമാണ്. ഇനി ഒരിക്കൽ പോലും ബംഗാളിൽ നിന്നോ ത്രിപുരയിൽ നിന്നോ ഒരു രാജ്യസഭാ MP അവർക്ക് സ്വപ്നം കാണുവാൻ പറ്റില്ല. ഇന്ത്യയിലെ ഒരു മൊത്തം റിസൾട്ട് എടുക്കുകയാണെങ്കിൽ 2024 ലോക്സഭാ ഇലക്ഷനിൽ ആകെ 4 MP-മാരെയാണ് ലോക്സഭയിലേക്ക് CPM-ന് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞത്. അതിൽ 2 തമിഴ്നാട്ടിൽ നിന്നാണ്, 1 രാജസ്ഥാനിൽ നിന്നാണ്, 1 കേരളത്തിൽ നിന്നാണ്. നമുക്കറിയാവുന്ന പോലെ അതിൽ അമ്മാർ റാം സിക്കറിൽ നിന്നുള്ള MP, അത് കോൺഗ്രസിൻ്റെ ഒരു കനുവിൽ കിട്ടിയ ഒരു സീറ്റാണ്, രാജസ്ഥാനിലെ ഒരു ലോക്സഭാ സീറ്റ്. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ CPM ഇന്ത്യ മുന്നണിയിൽ ഇല്ല എന്ന അവസ്ഥയിലാണ്. കാരണം കേരളത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി പിണറായി വിജയനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി വിട്ടു എന്നൊരു പ്രഖ്യാപനം CPM നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷനിൽ ആ ഔദാര്യം കോൺഗ്രസ് രാജസ്ഥാനിൽ കാണിക്കുവാനുള്ളൊരു സാധ്യതയില്ല. ഈ സിക്കർ സീറ്റ് അത് കോൺഗ്രസ് തിരിച്ചെടുത്ത് കോൺഗ്രസ് മത്സരിച്ച് വിജയിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലെ സീറ്റ് 2024 ശേഷം CPM വിജയിക്കുവാനുള്ള സാധ്യത കാണുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെ ഒരു സീറ്റ് കുറയും. അതുപോലെ ഇനി നമ്മൾ തമിഴ്നാട്ടിൽ വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ 2 സീറ്റ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് CPM നേടിയിട്ടുണ്ട്. മധുരയിലെ വെങ്കടേശനും ഒപ്പം ഡിണ്ടുഗലിലെ സച്ചിദാനന്ദനും. ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി ഇല്ല. അവിടെ TVK-ക്കൊപ്പമാണ് CPM. ഇനി ഇന്ത്യ മുന്നണിയിലേക്ക് TVK ആണോ DMK ആണോ ആരാണ് ഉണ്ടാകുന്നത് എന്നൊരു
ശരിയായ വിവരം ഇപ്പോഴും രാഷ്ട്രീയ നിരൂപകർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഒരു കൂട്ടപ്പൊരിച്ചിലായിരിക്കും നടക്കുന്നത്. ടി.വി.കെയും ഡി.എം.കെയും എ.ഡി.എം.കെയും ഒക്കെയുള്ള ഒരു കൂട്ടപ്പൊരിച്ചിലായിരിക്കും നടക്കുന്നത്. അതിനിടയിൽ ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടാം. ഡി.എം.കെക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നടത്തിയ പ്രകടനം അത് നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ടി.വി.കെക്കും ഡി.എം.കെക്കും ഇടയിലൊക്കെ ലോക്സഭാ സീറ്റുകൾ വിഭജിക്കപ്പെടാം. അതിനിടയിൽ സി.പി.എം, കോൺഗ്രസ് എന്നീ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് 2024 ലോക്സഭാ ഇലക്ഷനിൽ നേടിയ മികച്ച പ്രകടനം തമിഴ്നാട്ടിൽ നിന്ന് നടത്തുവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ ആ 2 സീറ്റുകളും നഷ്ടപ്പെടുവാൻ തന്നെയാണ് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ സി.പി.എമ്മിന് സാധ്യത. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ മാത്രമാണ് സി.പി.എമ്മിന് 2024 ശേഷം അടുത്ത 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധ്യത. പക്ഷേ ഈ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി മത്സരം എന്ന കണക്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വോട്ടുകളൊക്കെ കേന്ദ്രീകരിക്കപ്പെട്ടാൽ സി.പി.എമ്മിന് കഴിഞ്ഞ 2 ലോക്സഭാ ഇലക്ഷനിലെ പോലെ ഒന്നോ ഒരുപക്ഷെ ഒരു സീറ്റോ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പെടാം എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ സി.പി.എമ്മിനെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അത് കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ എം.പി കൂടിയേ തീരൂ. അല്ലെങ്കിൽ ഇനി വരുന്ന 2-3 വർഷങ്ങൾക്കിടയിൽ രാജ്യസഭയിലും ലോക്സഭയിലും അവരുടെ ശബ്ദം ഉയരാതെയാകും. ഇപ്പോൾ തന്നെ ആകെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വഹിക്കുന്ന ഒരു മന്ത്രി അത് സി.പി. ജോണാണ്. അതും യു.ഡി.എഫിനോടൊപ്പമാണ്. അങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി ലോക്സഭയിലോ രാജ്യസഭയിലോ സംസാരിക്കുവാൻ കഴിയുന്ന ആളുകളില്ലാതെ വരും. ലോക്സഭയിലും 2029 വലിയ പരാജയമായിരിക്കും ഈ സ്ഥിതിവിവര കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സി.പി.എമ്മിനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു രാജ്യസഭാ എം.പി അത് സി.പി.എമ്മിനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യയശാസ്ത്രപരമായ വെട്ടുവീഴ്ചകൾ സി.പി.എം ചെയ്തേക്കാം. അതുകൊണ്ട് ഈ ഗോവിന്ദനെയും അതുപോലെയുള്ള കുഞ്ഞികൃഷ്ണനെയും ഒപ്പം ജി സുധാകരനെയും ഒക്കെ സി.പി.എമ്മിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം എന്ന് തന്നെയാണ് രാഷ്ട്രീയ സ്ഥിതിവിവര കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ക്യാപ്സൂളുകൾ സി.പി.എമ്മിന് ധാരാളം വിതരണം ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത്തരം ന്യായീകരണങ്ങളുടെ അണികളെ അവർക്കൊപ്പം നിർത്തുവാൻ കഴിയും. ഈ ടി.കെ. ഗോവിന്ദനെയും പയ്യന്നൂർ എം.എൽ.എയും ഒക്കെ ഒരുപാട് തെറികൾ സി.പി.എം സഖാക്കൾ വിളിച്ചിട്ടുണ്ടെങ്കിലും അവർ തിരിച്ച് സി.പി.എമ്മിലെത്തുന്ന പക്ഷം അവരൊക്കെ സഖാക്കൾ എന്ന് വിളിച്ചു തന്നെ അഭിസംബോധന ചെയ്തുകൊള്ളും. അത്തരം സംവിധാനങ്ങളൊക്കെ സി.പി.എമ്മിനുണ്ട്. സി.പി.എമ്മിനെ സംബന്ധിച്ച് നേരത്തെയും നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്തതായി കാണാം. പ്രത്യേകിച്ച് നിലമ്പൂരിൽ നേരത്തെ എം.എൽ.എ ആയിരുന്ന കുഞ്ഞാലി അദ്ദേഹത്തെ കൊന്നത് ആര്യാടൻ മുഹമ്മദാണ് എന്നൊരു ആരോപണം സി.പി.എം ഉന്നയിച്ചിരുന്നു. പിന്നീട് ആര്യാടൻ മുഹമ്മദ് സി.പി.എമ്മിനോടൊപ്പം ചേർന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അപ്പോൾ ഇ.എം.എസ് നമ്പൂതിരിപ്പാട് കൊടുത്ത നിർവചനം അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണ്. കുഞ്ഞാലിയെ കൊന്നത് ആര്യാടൻ മുഹമ്മദാണെന്ന് ആരോപിച്ചത് അത് തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണെന്ന് ഇ.എം.എസ് പറഞ്ഞു. അത് സഖാക്കൾ വിശ്വസിച്ചു. പിന്നീട് ആര്യാടൻ മുഹമ്മദ് തിരിച്ച് യു.ഡി.എഫിലേക്ക് പോയി, കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ വീണ്ടും സി.പി.എം ആര്യാടൻ മുഹമ്മദിനെ കുഞ്ഞാലിയുടെ കൊലപാതകി എന്ന് വിളിച്ചു. അത് സി.പി.എമ്മിനെ സംബന്ധിച്ച് അവർക്ക് തത്വശാസ്ത്രപരമായി ന്യായീകരിക്കാനും ഒക്കെ കഴിയും. നേരത്തെ ഇ.എം.എസിനെ പോലുള്ള ആളുകൾ ചിന്തയിലോ ദേശാഭിമാനിയിലോ എഴുതിയ ലേഖനങ്ങളുടെ ആയിരുന്നുവെങ്കിൽ ഇത്തരം ദൗത്യങ്ങൾ ഇന്ന് നികേഷ് കുമാറും ഒപ്പം സി.പി.എം സൈബർ ഇടങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊള്ളും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വിശദീകരിക്കുവാൻ സി.പി.എമ്മിനെ സംബന്ധിച്ച് വലിയ പാടൊന്നുമില്ല. പ്രത്യേകിച്ചും കണ്ണൂരിൽ സി.പി.എം സഖാക്കളെ കൊന്ന ചരിത്രമുള്ള പലരും പിന്നീട് ബി.ജെ.പിയിലും ആർ.എസ്.എസിലും ഉണ്ടായിരുന്ന പലരും പിന്നീട് സി.പി.എമ്മിലെത്തി സഹയാത്രികരായി മാറിയിട്ടുണ്ട്. O.K. വാസുവും സുധീഷ് മിന്നിയും ഒക്കെ. അങ്ങനെ അവർ പിന്നെ സഖാക്കളായപ്പോഴും അത് ന്യായീകരിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ ഇത്തരം ന്യായീകരണങ്ങൾ ഉണ്ടാകും. എന്തായാലും ഈ സ്വതന്ത്ര എം.എൽ.എമാർ അവർ പോകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം. പ്രത്യേകിച്ചും പയ്യന്നൂർ എം.എൽ.എയും തളിപ്പറമ്പ് എം.എൽ.എയും അവരുടെ ഒരു സ്വഭാവ സവിശേഷത വെച്ച് അവർ പോകുവാൻ സാധ്യതയില്ല. പക്ഷേ ജി സുധാകരൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. തൽക്കാലം ഈ വീഡിയോ ഇടുവാങ്ങുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.